Hi friends, welcome to my channel Disha Malayali YouTube. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കിൽ ചെയ്തിരുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അത് കുറേ പേര് എൻ്റെ അടുത്ത് ആ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം ആ ഹെയർ സ്റ്റൈലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും നമസ്കാരം നേരെ വീഡിയോയിലേക്ക് പോകാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ആ കൊച്ചു ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, എല്ലാവർക്കും സ്യൂട്ട് ആകുന്ന ഒരു ഹെയർ സ്റ്റൈൽ കൂടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഫ്രണ്ടിൽ നിന്ന് ഫുള്ളായിട്ട് ഇതുപോലെ കുറച്ച് ഹെയർ ഇങ്ങനെ നന്നായിട്ടൊന്ന് ചീകി ഒതുക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ ഫുള്ളായിട്ട്, പകുതിയല്ല ഫുള്ളായിട്ട് ആ ചെവിയുടെ ഭാഗം വരെ ഹെയർ ഇങ്ങനെ ചീകി ഒതുക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഐബ്രോയുടെ മിഡിൽ ഭാഗമില്ലേ, അവിടുന്ന് നേരെ കുറച്ച് ഹെയർ രണ്ട് സൈഡിലും എടുത്തിടുക. വളരെ തിന്നായിട്ട് ഒരു ഇച്ചിരി ഹെയർ എടുത്തിടുക. അതുപോലെ തന്നെ നമ്മുടെ ആ ചെവിയുടെ ഭാഗത്തുനിന്നും ഇച്ചിരി ഹെയർ താഴേക്ക് എടുത്തിടുക. കണ്ടല്ലേ, ഇതുപോലെ എടുത്തിടുക. ഓക്കെ, ഇനി നമ്മൾ ബാക്കി ആ ചീകിയെടുത്ത ഹെയർ എല്ലാം കൂടെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഒതുക്കിയെടുത്ത് ജസ്റ്റ് അതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രണ്ടിലേക്കൊന്ന് പഫ് പോലെ ഫ്രണ്ടിലേക്കൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചെറിയ ഒരു പഫ് പോലെ കിട്ടും. ഒരുപാട് പെർഫെക്ഷൻ ഒന്നും വേണ്ട. എന്നിട്ട് ഒരു ടിക് ടാക്ക് ക്ലിപ്പ് വെച്ചിട്ട് അതിനെ അവിടെ സെക്യൂർ ചെയ്ത് വെക്കുക. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ. അപ്പം നമ്മൾ ആ ഒരു ഹെയർ ഇങ്ങനെ എടുത്തിടുമ്പോൾ ആ ഒരു ഭംഗിയുണ്ട്. പിന്നെ ആ ഒരു എന്താ പറയുക, ചെറുതായിട്ടൊന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയ പഫ് മാതിരിയും കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്കിൽ ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ട് ഇതുപോലെ പോണി ടെയിൽ പോലെ ഒന്ന് കെട്ടുക. എന്നിട്ട് നമ്മൾ ഇതിനെ പുട്ടപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഹെയർ ബൺ ചെയ്യുന്നത് ഒരുപാട് സ്റ്റൈലിൽ നമുക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനൊരു വെഡ്ഡിങ് പാർട്ടി ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ രണ്ട് രീതിയിൽ ഹെയർ ഇങ്ങനെ പുട്ടപ്പ് ചെയ്തത് കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിലേതെങ്കിലും ചെയ്ത് നോക്കാം. അത് വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വളരെ ഈസിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള രീതിയിൽ പുട്ടപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഹെയർ സ്റ്റൈൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയാം. അപ്പം ഞാൻ എൻ്റെ സെപ്പറേറ്റ് വീഡിയോ പിന്നീട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേമാതിരി ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു ഹെയർ പിൻ വെച്ചിട്ട് അതിനെ സെക്യൂർ ചെയ്ത് വെക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ കുത്തി വെക്കുമ്പോഴത്തേക്കും ഇത് നല്ല വിടർത്തി പിൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ടൈറ്റാക്കി വെക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെയർ സ്റ്റൈല്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ